മൊറോക്കോയിൽ പാമ്പാട്ടികളുടെയും കുരങ്ങുകളിക്കാരുടെയും നാടാണ് മെക്കനസ്. കഴുത്തിൽ മാല പോലെ പാമ്പിനെ ചുറ്റി ഫോട്ടോ എടുക്കുന്ന സ്ത്രീകൾ, പാമ്പാട്ടികളുടെ കൂട്ടത്തിലുമുണ്ട് വനിതകൾ. വാസ്തുവിദ്യയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കെട്ടിടങ്ങളിൽ. മൊറോക്കോയിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിൽ ചിലത് മെക്കനസ് എന്ന ഈ കൊച്ചു പട്ടണത്തിലാണ്. അറിയാം മെക്കനസിന്റെ വിശേഷങ്ങൾ. മൊറോക്കോയിലെ അതിമനോഹര നഗരങ്ങളിലൊന്നായ മെക്കനസിൽ ജേർണിസ്റ്റ് താമസിച്ച റിയാദിന്റെ മുകളിൽ നിന്ന് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. നടുമുറ്റമുള്ള പരമ്പരാഗത വീടുകളെയാണ് മൊറോക്കോയിൽ റിയാദ് എന്ന് വിളിക്കുന്നത്. സവിശേഷമായ ചതുരാകൃതിയിലുള്ള മിനാരങ്ങളിലൊന്ന് ഞാൻ താമസിച്ച റിയാദിന്റെ തൊട്ടടുത്ത മസ്ജിദിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നഗരത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളും നോക്കിക്കാണാനാവും. പൊതുവെ സഞ്ചാരികളുടെ പോക്കറ്റിന് കുറെ കൂടി ഇണങ്ങുന്ന താമസ സൗകര്യമാണ് റിയാദുകൾ. ഈ രാജ്യത്ത് റൂം ബുക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മിക്ക പോർട്ടലുകളിലും ഹോട്ടലുകൾക്ക് പുറമെ റിയാദുകളുടെ ഓപ്ഷനും നൽകാറുണ്ട്. അതിമനോഹരമായ അലങ്കാരപ്പണികൾ കൊണ്ട് സമൃദ്ധമാണ് റിയാദുകൾ. ഗോവണിയും റൂമുകളും റിസപ്ഷനുമൊക്കെ ഒന്നിനൊന്ന് കണ്ണഞ്ചിപ്പിക്കുന്നവ. ഞാൻ താമസിച്ച റിയാദിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ 10 മിനിറ്റിന്റെ ദൂരമേ മക്നസിന്റെ മദീനയിലേക്ക് നടക്കാനുണ്ടായിരുന്നുള്ളൂ. മൊറോക്കോയിലെ ഏറ്റവും സജീവമായ നഗരചത്വരങ്ങളിലൊന്നാണ് മെക്കനസിലേത്. വടക്കൻ ആഫ്രിക്കയിലെ മറ്റു നഗരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതും പ്രശസ്തവുമാണ് മെക്കനസിലെ കോട്ടയും ബാബു മൻസൂർ എന്ന അതിന്റെ കവാടവും. ഞാനാണ് മൊറോക്കോയിലെ ഏറ്റവും സുന്ദരമായ ഗേറ്റ് എന്നാണ് അറബി ഭാഷയിൽ ബാബു മൻസൂറിന്റെ മുകളിൽ എഴുതി വച്ചിട്ടുള്ളത്. ടൂറിസ്റ്റ് സർക്യൂട്ടിൽ ഏറെ പ്രശസ്തമായ ഫെസ് നഗരമാണ് മെക്കനസിന്റെ തൊട്ടപ്പുറത്ത്. ഈ ഒരു കാരണം കൊണ്ട് പൊതുവെ സഞ്ചാരികൾ അവഗണിക്കാറുള്ള നഗരങ്ങളിലൊന്നാണ് മെക്കനസ്. ഈ രണ്ട് നഗരങ്ങളും കാഴ്ചയിൽ ഒരേപോലെയാണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ലോകത്തെ എണ്ണം പറഞ്ഞ കോട്ട നഗരികളിലൊന്നാണ് മെക്കനസ്. 40 കിലോമീറ്റർ നീളത്തിൽ ചുറ്റിലുമായി കോട്ടയുള്ള ഈ നഗരം മൊറോക്കോയുടെ വെർസൈൽ ആയും അറിയപ്പെടുന്നുണ്ട്. ഫ്രാൻസിലെ അറിയപ്പെടുന്ന കോട്ടനഗരിയാണല്ലോ വെർസൈൽ. മൊറോക്കോയുടെ ആദ്യത്തെ തലസ്ഥാനം കൂടിയായിരുന്നു ഇവിടം. മെക്കനസിന്റെ മദീനക്കകത്തെ ചില കെട്ടിടങ്ങളുടെയും ആർച്ചുകളുടെയും ദൃശ്യഭംഗി അവർണ്ണനീയമാണ്. പ്രത്യേകിച്ചും നഗരത്തിന്റെ സ്ഥാപകനായ സുൽത്താൻ മൗല ഇസ്മായിലിന്റെ ദർഗ. നഗരത്തിന്റെ മുഖ്യ കസബക്കകത്ത്, അതായത് കോട്ടയുടെ ഉള്ളിലാണിത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ അതിമനോഹരമായ ഒരു സെബിൽ, അതായത് ജലധാര സ്ഥാപിച്ചതു കാണാം. പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്തുന്ന ഈ സമ്പ്രദായം മൊറോക്കോയിൽ ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും കാണാനുണ്ട്. ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. മൗല ഇസ്മായിലിന്റെ കാലത്താണ് സെബിലുകളുടെ നിർമ്മാണം മൊറോക്കോയിൽ വ്യാപകമായി മാറിയത്. കോട്ടയ്ക്കകത്തേക്ക് കയറി അല്പം മുന്നോട്ട് പോയാൽ വലിയൊരു കവാടവും പൂന്തോട്ടവും പിന്നിട്ടാണ് വാസ്തുവിദ്യയുടെ അപൂർവ സുന്ദരമായ ഈ ദർഗയിലേക്ക് എത്തുന്നത്. ഈ ദർഗക്കകത്തും പുറത്തും ശില്പചാതുരിയോടൊപ്പം ഒരു സാമ്രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതീകങ്ങളും ഉയർന്നു നിൽക്കുന്നുണ്ട്. നഗരം സ്ഥാപിച്ചെടുത്ത മൗല ഇസ്മായിലിന്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ കോട്ടയും കൊട്ടാരങ്ങളും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സൈനിക ശക്തിയും കാർഷികവും വിദ്യാഭ്യാസപരവുമായ അഭിവൃദ്ധിയുമൊക്കെ അദ്ദേഹം ഊന്നൽ നൽകിയ മേഖലകളായിരുന്നു. ഈ ദർഗാ കോംപ്ലക്സിന്റെ നടുമുറ്റത്ത് തന്നെയുണ്ട് സുൽത്താന്റെ കുടിവെള്ള സങ്കല്പങ്ങളുടെ പ്രതീകമായി മാർബിളിൽ കൊത്തിയുണ്ടാക്കിയ ഒരു ജലധാര. സെല്ലീജ് ടെയിൽ വർക്കുകളുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്ത്. ദേവദാരു വൃക്ഷത്തിന്റെ തടികളിൽ തീർത്ത കൊത്തുപണികളാൽ അലങ്കൃതമാണ് ഇതിന്റെ മേലാപ്പ്. അകത്തേക്ക് കയറിയാൽ അങ്ങനെ നോക്കി നിന്ന് സമയം പോകുന്നതറിയില്ല. ഈജിപ്തിലെ മക്ബറകളിലും ഉസ്മാനിയ ചക്രവർത്തിമാരുടെയും ഉസ്ബക്കിലെ സുൽത്താൻമാരുടെയും ഒക്കെ മൃതികുടീരങ്ങളിലും കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണവിസ്മയമല്ല ഇവിടെയുള്ളത്. മരണത്തെ ലളിതമായും ഒപ്പം ആദരവോടെയും നോക്കിക്കാണുന്ന ഒരു പ്രത്യേകതരം ശില്പകലയാണ് മൗല ഇസ്മായിൽ ദർഗയുടെ സവിശേഷത. മൊറോക്കൻ മാതൃകയായി അറിയപ്പെടുന്ന മോറിഷ് സ്റ്റൈലും ഒപ്പം സ്പെയിനിൽ നിന്ന് കടമെടുത്ത അന്തലൂസിയൻ മാതൃകയും കൂടിച്ചേരുമ്പോൾ ഈ രാജ്യത്തെ നിർമ്മാണകല കുറെ കൂടി സുന്ദരമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ വാസ്തുവിദ്യാ ശൈലിയുടെ ഏറ്റവും മികച്ചതെന്ന് വിശേഷിപ്പിക്കാനാവുന്ന കാഴ്ചകൾ മദീനയുടെ പുറകുവശത്തുള്ള ദർജമെ മ്യൂസിയത്തിലാണ് കാണാനാവുക. സുൽത്താൻ മൗല ഹസൻ ഒന്നാമന്റെ കൊട്ടാരത്തിലെ മന്ത്രിയും അക്കാലത്തെ അറിയപ്പെട്ട ധനാഢ്യനുമായിരുന്നു മുഹമ്മദ് ബിൻ ലാർബി ജമൈ. സുൽത്താൻമാരുടേതിനേക്കാളും മനോഹരമായ ഒരു പാലസ് തനിക്ക് വേണ്ടി അദ്ദേഹം മക്നസിൽ പണി കഴിപ്പിച്ചു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കൊട്ടാരത്തിന്. മൊറോക്കോയുടെ സംഗീത പാരമ്പര്യത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാണ് ഇപ്പോഴിത്. ഇക്കാണുന്ന സെബിലിന്റെ പുറകിലുള്ള ചെറിയൊരു കവാടത്തിലൂടെ അകത്തേക്ക് കടക്കുന്ന ആ നിമിഷം മുതൽ ഒരു മായിക ലോകത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. പശ്ചാത്തലത്തിൽ ഒഴുകിവരുന്ന നേർത്ത ആഫ്രിക്കൻ ഗോത്രത്തനിമയുള്ള സംഗീതമുണ്ടാക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലുമാവാത്ത മരത്തടികളുടെയും മൺപാത്രങ്ങളുടെയും
നിർമ്മാണ ഭംഗി ഒട്ടുമേയില്ലാത്ത പലതരം കമ്പിവാദ്യങ്ങളുടെയും തുകൽവാദ്യങ്ങളുടെയും അത്ഭുതപ്പെടുത്തുന്ന ശേഖരം. അന്തലൂസി, അമാസിഗ്, ഗ്നാവ, സൂഫി, മെൽഹോൺ, ഗുവേദ്ര, ചാബി എന്നീ സംഗീത പാരമ്പര്യ രീതികളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ ഉപകരണങ്ങളും ഇതിനകത്തുണ്ട്. പോയ നൂറ്റാണ്ടുകളിൽ പ്രചാരത്തിലുള്ളവയായിരുന്നു ഇവയിൽ പല ഉപകരണങ്ങളും. അവയുടെ കാലഘട്ടം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് മൊറോക്കോ ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്നപ്പോൾ ഈ കെട്ടിടത്തെ ആശുപത്രിയായി അവർ ഉപയോഗിച്ചിരുന്നു. 1920 ഇതിനെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കുന്നത്. ആദ്യകാലത്ത് മൊറോക്കൻ കലകൾക്ക് വേണ്ടിയുള്ള പൊതു മ്യൂസിയമായിരുന്ന ദർജമെ 2022 സംഗീത ഉപകരണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള മ്യൂസിയമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിന്റെ സെൻട്രൽ ഹാളിനകത്ത് നിൽക്കുമ്പോൾ നേരത്തെ കണ്ട മൗലെ ഇസ്മായിലിന്റെ ദർഗ ഒരു നിമിഷം ഒന്നുമല്ലാതായി മാറുന്നുണ്ട്. ദേവദാരു വൃക്ഷങ്ങളുടെ തടിയിൽ തീർത്ത മൗച്ചറാബിയ കൊത്തുപണികൾ മൊറോക്കോയിൽ പൊതുവെ ഇത്തരം പാലസുകളിൽ എല്ലായിടത്തും കാണാനാവുമെങ്കിലും അതിന്റെ ക്ലാസിക്കൽ ഉദാഹരണമാണ് ദർജമെ മ്യൂസിയം. മെക്കനസിലെ മദീനയിലേക്ക് മാത്രമായി ഒരു അല്പസമയം നീക്കിവെച്ചാൽ മൊറോക്കൻ ജനജീവിതത്തിന്റെ അസുലഭമായ കുറെ ചിത്രങ്ങൾ പകർത്തിയെടുക്കാനാവും. നമ്മുടെ നാട്ടിലും മറ്റും ഉത്സവ പറമ്പുകളിൽ നിന്ന് പണ്ടെന്നോ അപ്രത്യക്ഷമായ നാടകുത്തും നാണയമേറും മുതൽ കുരങ്ങുകളിയും പാമ്പാട്ടികളുടെ പ്രദർശനവും ഒക്കെ ഇവിടെയുണ്ട്. ഉത്തരേന്ത്യയിലും മറ്റും ഇങ്ങനെയുള്ള മേളകൾ ഇപ്പോഴും നടന്നു വരാറുണ്ട്. എന്നല്ല, ഇന്ത്യൻ ജനജീവിതത്തിന്റെ തനിപ്പകർപ്പായാണ് ഈ മദീനയുടെ മുറ്റത്തെ കാഴ്ചകൾ ഒറ്റനോട്ടത്തിൽ ജേർണിയിസ്റ്റിന് അനുഭവപ്പെട്ടത്. നീളൻ വടികളുടെ അറ്റത്ത് ചെറിയ വളയങ്ങൾ തൂക്കിയിട്ട് അവ ശീതളപ്പാനീയ കുപ്പികളുടെ കഴുത്തിൽ നിശ്ചിത സമയത്തിനകം കൃത്യമായി കുരുക്കുന്നവർക്ക് ആ ബോട്ടിൽ സ്വന്തമാക്കാം. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചെറിയൊരു തുകയെ നൽകേണ്ടതുള്ളൂ. പക്ഷെ എല്ലായിടത്തെയും എന്ന പോലെ ഇത്തരം കളികൾക്ക് മൊറോക്കോയിലും വിലക്കുകളുണ്ട്. പോലീസ് വരുന്നതോടെ കട്ടയും പടവും മടക്കി നടത്തിപ്പുകാർ എഴുന്നേറ്റോടുന്നതാണ് കാണാനാവുക. പാമ്പാട്ടികൾക്കും കുരങ്ങ് കളിക്കാർക്കും അത്തരം നിയന്ത്രണങ്ങൾ ഇല്ലെന്ന് തോന്നി. ഒരു മാല പോലെ കഴുത്തിൽ പാമ്പുകളെയും തൂക്കി നടക്കുന്ന ഈ സ്ത്രീയാണ് പാമ്പാട്ടികളുടെ കൂട്ടത്തിൽ ജേർണിയിസ്റ്റിനെ അത്ഭുതപ്പെടുത്തിയത്. പാമ്പാട്ടികൾ ഊതുന്ന മകുടിയുടെ രൂപത്തിന് ഇന്ത്യയിലേതുമായി വ്യത്യാസമുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന സംഗീതം കുറെയൊക്കെ സമാനമാണെന്ന് തോന്നും. മൈതാനത്തിന്റെ ഏതു മൂലയിൽ നിന്നാലും ഈ കുഴലൂത്ത് കേൾക്കാൻ കഴിയുന്നുണ്ട്. മൊറോക്കോയിലെത്തിയ സഞ്ചാരികളുടെ ഓർമ്മക്കുറിപ്പുകളിൽ പാമ്പാട്ടികളുടെയും കുരങ്ങുകളിക്കാരുടെയും നഗരമായി പൊതുവെ മറാക്കിഷിനെയാണ് പരാമർശിക്കാറുള്ളതെങ്കിൽ മെക്കനസ് ഒട്ടും പുറകിലായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള പാമ്പുകളോടുള്ള ഭയം ഇവിടത്തുകാർക്ക് തീരെ ഇല്ലെന്ന് തോന്നി. 10 മൊറോക്കൻ ദിർഹം കൊടുത്താൽ പാമ്പുകളെ കയ്യിൽ പിടിച്ചോ കഴുത്തിൽ തൂക്കിയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഫോട്ടോകൾ എടുക്കാം. കാഴ്ചയിൽ കരിമൂർക്കനെ പോലെയുള്ള പാമ്പുകൾ പോലും അവരുടെ കൂടകൾക്കകത്തുണ്ട്. മേരാനാ ജോക്കറിലെ രാജ് കപൂറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ജോക്കറുകളുടെ വേഷം ധരിച്ച് നടക്കുന്നവരും ചെറിയ ജാലവിദ്യകൾ കാണിച്ച് കയ്യടി നേടുന്നവരും ഈ മൈതാനത്തുണ്ട്. ചെറിയൊരു പോണിക്കുതിരയുമായി ആ കുതിരയുടെ അത്രയും തന്നെ ഉയരമുള്ള ഒരു ബാലൻ സവാരി നടത്തിക്കുന്നുണ്ട്. അതുപോലെ വലിയ കുതിര സവാരിക്കാരെയും കാണാനുണ്ട്. അറേബ്യൻ സംഗീതത്തിലെ പോപ്പുലർ നമ്പറുകളിലൊന്നാണ് ഈ തെരുവ് ഗായകൻ ആലപിക്കുന്നത്. വെറുതെ പാടുക മാത്രമല്ല, അതിലേക്ക് അയാൾ ശരിക്കും ഇഴുകിച്ചേരുന്നുണ്ടെന്ന് തോന്നി. പുല്ലാങ്കുഴൽ വിൽക്കുന്നയാളുടെ വർണ്ണശബളമായ ഈ വേഷത്തിനുമുണ്ട് ഒരു ആഫ്രിക്കൻ തനിമ. വടക്കൻ ആഫ്രിക്കയിലെ ഗോത്രസമൂഹമായ ബർബറുകളുടെ വസ്ത്രമാണിത്. സാധാരണഗതിയിൽ ആഘോഷവേളകളിൽ ധരിക്കാറുള്ള ഈ വേഷത്തിന്റെ ഭാഗമായി വെള്ളി ആഭരണങ്ങളും നാണയങ്ങളും മുത്തുമാലകളും തൂക്കിയിട്ടിട്ടുണ്ടാവും. പുല്ലാങ്കുഴലൂത്തിനുമുണ്ട് ഒരുതരം വടക്കൻ ആഫ്രിക്കൻ സംഗീത ശൈലി.
നേരത്തെ ഗിത്താർ വായിച്ച് പാട്ടുപാടിയ ആ സംഗീതജ്ഞനാണ് പുല്ലാങ്കുഴൽ പാട്ടുകാരനുമായി സൗഹൃദം പങ്കിടുന്നത്. അവരുടെയൊക്കെ ലളിതമായ ജീവിത സാഹചര്യങ്ങൾ വിളിച്ചോതുന്ന എന്തോ ഒന്ന് ഈ ഇരിപ്പിലുണ്ട്. ഇന്ത്യയിലേതുപോലെ കീഴാള ജനതയുടേതെന്ന് വിശേഷിപ്പിക്കാനാവുന്ന ജീവിതായോധന കലകളും പാട്ടും ഭക്ഷണവുമൊക്കെയാണ് ആ മൈതാനത്ത് നിറഞ്ഞു നിന്നത്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.